മനുഷ്യൻ ജനിക്കുന്നത് ശൂന്യമായ കൈകളുമായാണ്, മടങ്ങുന്നതും അതേ ശൂന്യതയിലേക്കാണ്. പക്ഷേ ഈ രണ്ട് ബിന്ദുക്കൾക്കിടയിലുള്ള യാത്രയിൽ അവൻ നിരന്തരം ഒരു വാക്കിന് പിന്നാലെ തന്നെ പായുന്നു: സമ്പാദ്യം. എന്താണ് സമ്പാദ്യം? അലമാരയിൽ അടുക്കി വെച്ചിരിക്കുന്ന കറൻസി കെട്ടുകളാണോ? അതോ ആധാരപ്പൊതികളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭൂമിയുടെ അതിരുകളാണോ? അല്ലെങ്കിൽ ലോക്കറുകളിൽ ഉറങ്ങിക്കിടക്കുന്ന സ്വർണത്തിൻ്റെ തിളക്കമാണോ? നമുക്കൊന്ന് താത്വികമായി ചിന്തിക്കാം. ഈ പ്രപഞ്ചത്തിൻ്റെ കോടാനുകോടി വർഷത്തെ ചരിത്രത്തിൽ നമ്മുടെ ആയുസ് വെറുമൊരു നിമിഷം മാത്രമാണ്. ആ ഒരു നിമിഷത്തിനിടയിൽ നമ്മൾ എൻ്റേത് എന്ന് വിളിച്ച് നെഞ്ചോട് ചേർത്തതൊക്കെയും മണൽത്തരികൾ പോലെ വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നവയാണ്. സ്വാഗതം മൈൽസ്റ്റോണിൻ്റെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക്. ഏതൊരു ചാനലിൻ്റെയും മുന്നോട്ട് പോക്ക് അത് എത്ര പേർ കാണുന്നു എന്നതിനെ അനുസരിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ നിശബ്ദതയിലേക്ക് നോക്കി നമ്മൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, ഞാൻ ആരാണ്, ഞാൻ എന്തിനെയാണ് തേടുന്നത് എന്ന്? മനുഷ്യചരിത്രം എന്നത് കേവലം യുദ്ധങ്ങളുടെയോ കണ്ടുപിടുത്തങ്ങളുടെയോ മാത്രം കഥയല്ല. അത് സമ്പാദിക്കാൻ വേണ്ടി ഓടിയ ഒരു വർഗത്തിൻ്റെ വെപ്രാളമാണ്. നാം ജനിച്ചു വീഴുമ്പോൾ ചുരുട്ടിപ്പിടിച്ച കൈകളുമായാണ് വരുന്നത്. ലോകത്തുള്ളതൊക്കെയും എൻ്റേതാക്കുമെന്ന ഒരു വാശി ആ കൈകളിലുണ്ടായിരുന്നു. പക്ഷേ യാത്ര അവസാനിക്കുമ്പോൾ ആ കൈ വിടർന്നു തന്നെ ഇരിക്കും, ഒന്നും കൊണ്ടുപോകാനില്ലെന്ന വലിയ സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട്. കൈവെള്ളയിൽ ഒതുങ്ങുന്ന കടൽ പോലെയാണ് ഈ ജീവിതം. പിടിച്ചു വെക്കാൻ നോക്കുന്തോറും അത് ഒഴുകിപ്പോകുന്നു. നമ്മുടെ പൂർവികർ പാടിയിട്ടുണ്ട്: ഭൂമി ആരുടേതുമല്ല, നമ്മൾ എല്ലാവരും ഭൂമിയുടേതാണ്. എന്നിട്ടും നമ്മൾ വേലികൾ കെട്ടുന്നു. ഈ വേലിക്കെട്ടുകൾക്കിടയിൽ നമ്മൾ ശ്വാസം മുട്ടുമ്പോൾ യഥാർത്ഥ സമ്പാദ്യം എവിടെയോ നമ്മൾ നോക്കി പരിഹസിക്കുന്നുണ്ടാവാം. സമ്പാദ്യമെന്നാൽ അത് കേവലം ഒരു ബാങ്ക് ബാലൻസ് അല്ല, അതൊരു സുരക്ഷിതത്വ ബോധമാണ്. പക്ഷേ ആ സുരക്ഷിതത്വം ഒരു മിഥ്യയാണ്. ഇന്ന് നിങ്ങൾക്കുള്ളത് നാളെ മറ്റൊരാളുടേതാണ്, മറ്റന്നാളത് ആരുടെയാകുമെന്ന് ആർക്കറിയാം. ഭൗതികമായ സമ്പാദ്യം എന്നത് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാകേണ്ടടുത്ത് നമ്മൾ ആ ഉപകരണത്തിൻ്റെ അടിമകളായി മാറുന്നു. പണം സമ്പാദിക്കാൻ വേണ്ടി ആരോഗ്യം കളയുന്നു, പിന്നീട് ആരോഗ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടി സമ്പാദിച്ച പണം മുഴുവൻ ചെലവഴിക്കുന്നു. ഇതൊരു വല്ലാത്ത ചക്രവ്യൂഹമാണ്. ഇതിൽ നിന്ന് പുറത്തു കടക്കുന്നവനാണ് യഥാർത്ഥ ദാർശനികൻ. ഒരാൾ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിൽക്കുകയാണെന്ന് കരുതുക. അയാൾ തൻ്റെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ അയാൾക്ക് ചുറ്റും തെളിയുന്നത് അയാളുടെ ആസ്തി വിവരങ്ങളല്ല, മറിച്ച് അയാൾ അനുഭവിച്ച ജീവിതമാണ്. ആ ഹിമാലയൻ യാത്രയിൽ കണ്ട ഹിമകണങ്ങൾ, പ്രിയപ്പെട്ടവളുടെ കൈപിടിച്ച് നടന്ന കടൽ തീരം, ആദ്യമായി കയ്യിലെടുത്ത കുഞ്ഞിൻ്റെ മണം. ഇതാണ് അനുഭവങ്ങളുടെ സമ്പാദ്യം. മണ്ണിൽ പൊതിഞ്ഞ നിധിയേക്കാൾ മൂല്യം മനസ്സിൽ കരുതിയ ഓർമ്മകൾക്കുണ്ട്. നിങ്ങൾ എത്ര യാത്ര ചെയ്തു, നിങ്ങൾ എത്ര മനുഷ്യരെ സ്നേഹിച്ചു, നിങ്ങൾ എത്ര പുസ്തകങ്ങളിലൂടെ സഞ്ചരിച്ചു. ഇതാണ് മരണം പോലും നിങ്ങളിൽ നിന്നും മോഷ്ടിക്കാത്ത സമ്പാദ്യം. ചലച്ചിത്രകാരൻ സത്യജിത് റേ പറഞ്ഞതുപോലെ, ഓർമ്മകളാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം. ബാങ്ക് തകർന്നേക്കാം, സാമ്പത്തിക മാന്ദ്യം വന്നേക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഈ അനുഭവങ്ങളുടെ ലൈബ്രറി എന്നും സുരക്ഷിതമായിരിക്കും. അർദ്ധരാത്രിയിൽ സുഹൃത്തുക്കളോടൊപ്പം പാടിയ പാട്ടുകളും പെയ്യാതെ പോയ പ്രണയമഴകളും പ്രിയപ്പെട്ടവർക്കായി നിങ്ങൾ മാറ്റിവെച്ച സമയവുമായിരിക്കും ബാങ്ക് ലോക്കറിൽ തുരുമ്പെടുക്കുന്ന പണത്തേക്കാൾ മൂല്യമുള്ളത്. ഹൃദയത്തിൻ്റെ ലോക്കറിൽ സൂക്ഷിച്ച ചില ചിരികൾക്കാണ് മൂല്യം കൂടുതൽ. അനുഭവങ്ങൾ നിങ്ങളെ പാകപ്പെടുത്തുന്നു. ഓരോ പരാജയവും നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കുന്നു. ആ പാഠമാണ് നിങ്ങളുടെ സമ്പാദ്യം. തോറ്റുപോകുന്നവർ ദരിദ്രരല്ല, തോൽവിയിൽ നിന്നും ഒന്നും പഠിക്കാത്തവരാണ് യഥാർത്ഥ ദരിദ്രർ. അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിപ്ലവം. അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കി മടങ്ങുമ്പോൾ തൻ്റെ കൈകൾ ശവമഞ്ചത്തിന് പുറത്തേക്കിട്ടിരുന്നു. താൻ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടും കൂടെ കൊണ്ടുപോകാൻ ഒന്നുമില്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ എന്ന പോലെ. എന്നാൽ സോക്രട്ടീസും പ്ലേറ്റോയും ബുദ്ധനും എന്നും ജീവിക്കുന്നു. അവർ വിട്ടുപോയത് അറിവിൻ്റെയും വിവേകത്തിൻ്റെയും സമ്പാദ്യമാണ്. ഒരാളുടെ ചിന്തകൾക്ക് മരണമില്ല. അറിവ് നിങ്ങൾ പങ്കുവെക്കുമ്പോൾ അത് കുറയുന്നില്ല, മറിച്ച് സമുദ്രം പോലെ വിശാലമാകുന്നു. നിങ്ങൾ ആർജിച്ച വിവേകം അത് നിങ്ങളുടെ വരും തലമുറയ്ക്കുള്ള വെളിച്ചമാണ്. ബന്ധങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദുരന്തം വരുമ്പോൾ നിങ്ങളുടെ പണപ്പെട്ടിയല്ല നിങ്ങൾ രക്ഷിക്കാൻ വരുന്നത്, മറിച്ച് നിങ്ങളുടെ ഒച്ച കേട്ടാൽ ഓടിയെത്തുന്ന 4 മനുഷ്യരാണ്. സ്നേഹിക്കപ്പെടുക എന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ഐശ്വര്യമുള്ള കാര്യം. മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങളൊഴുക്കിയ കണ്ണുനീർത്തുള്ളികൾക്ക് ലോകത്തിലെ എല്ലാ വജ്രങ്ങളെക്കാളും തിളക്കമുണ്ട്. മറ്റൊരാളുടെ കണ്ണീർ തുറക്കാൻ നിങ്ങൾ നീട്ടിയ ആ കൈ ഉണ്ടല്ലോ, ആ കൈയിൽ അദൃശ്യമായ ഒരു പുണ്യം ഒളിഞ്ഞിരിപ്പുണ്ട്. സ്നേഹിക്കാൻ കഴിയുക എന്നതും സ്നേഹിക്കപ്പെടുക എന്നതും ഒരു അനുഗ്രഹമാണ്. മരിക്കുമ്പോൾ കൂടെ ഒന്നും കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിലും മരിച്ച ശേഷവും മറ്റുള്ളവരുടെ ഓർമ്മകളിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വിജയം. മണ്ണിൽ മറഞ്ഞാലും മായാത്ത ഗന്ധമായി മറ്റുള്ളവർ തൻ ഹൃദയത്തിൽ വസിക്കുക തന്നെ വേണം. കർമ്മഫലം എന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മളൊക്കെ സംസാരിക്കാറുണ്ട്. ദാർശനികമായ അർത്ഥത്തിൽ അത് നിങ്ങളുടെ ആത്മീയമായ ബാങ്ക് അക്കൗണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും അവിടെ നിക്ഷേപിക്കപ്പെടുന്നു. പാവപ്പെട്ടവൻ്റെ വിശപ്പടക്കുമ്പോൾ, സങ്കടപ്പെടുന്നവൻ്റെ തോളിൽ കൈവെക്കുമ്പോൾ, വഴിയരികിലെ ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹമാണ്. നൽകുന്ന കൈകളാണ് സ്വീകരിക്കുന്ന കൈകളെക്കാൾ ധന്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമ്പാദിക്കരുത് എന്നല്ല ഇതിനർത്ഥം. പക്ഷേ എന്തിനു വേണ്ടി സമ്പാദിക്കുന്നു എന്നതാണ് ചോദ്യം. മണ്ണും പൊന്നും സമ്പാദിക്കുന്നതിനിടയിൽ സ്വന്തം മനസ്സിനെ ദരിദ്രമാക്കരുത്.
മരിക്കുന്ന നിമിഷം ഞാൻ ജയിച്ചു എന്ന് വിളിച്ചു പറയാൻ കഴിയുന്നത് നിങ്ങൾ എത്ര കുന്നുകൂട്ടി എന്നതിലല്ല, മറിച്ച് നിങ്ങൾ എത്രമാത്രം സഫലമായി ജീവിച്ചു എന്നതിലാണ്. ഓർക്കുക, നിങ്ങൾ ഒരു അതിഥിയാണ്. ഈ ഭൂമിയിലേക്ക് വന്നു, കുറച്ചു കാലം നിന്നു, ഇനി മടങ്ങണം. പോകുമ്പോൾ നിങ്ങൾ എന്ത് നേടി എന്നതിനേക്കാൾ പ്രധാനം നിങ്ങൾ എന്ത് നൽകി എന്നതാണ്. ഒരു മരമായി പടർന്ന് പന്തലിച്ച് കുറച്ചു പേർക്ക് തണലേകാൻ കഴിഞ്ഞുവെങ്കിൽ, ഒരു പൂവായി വിരിഞ്ഞ് കുറച്ചു പേർക്ക് സുഗന്ധം നൽകാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾ ഈ ജീവിതം സമ്പാദിച്ചു കഴിഞ്ഞു. ജീവിതം ഒരു മൺവിളക്കാണ്. അണയുന്നതിന് മുമ്പ് അത് കുറച്ചു പേർക്കെങ്കിലും വെളിച്ചം നൽകട്ടെ. ഇത് തന്നെയാണ് സമ്പാദ്യം. നമ്മുടെ ഈ ചെറിയ ജീവിതം ഒരു വാടക വീട് പോലെയാണ്. അവിടെ നമ്മൾ കുറച്ചു കാലം താമസിക്കുന്നു. പോകുമ്പോൾ വീട് വൃത്തിയാക്കി നല്ല ഓർമ്മകൾ മാത്രം ബാക്കി വെച്ച് പടിയിറങ്ങുക. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഈ യാത്രയിൽ നിങ്ങൾ എന്ത് സമ്പാദിച്ചു? പണമോ, അറിവോ, അതോ ഒരുപാട് മനുഷ്യരുടെ സ്നേഹമോ? ചിന്തിക്കുക. കാരണം സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല. ഈ നിമിഷം നിങ്ങൾക്കുള്ളതാണ്. ഇത് സഫലമാക്കുക. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പാദ്യം. മറ്റൊരു വിഷയവും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അഭിപ്രായങ്ങൾ എന്തു തന്നെയാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം.